എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ത്രികോണ പ്രണയത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന 3 വ്യക്തികളാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഒന്നാമത്തെ വ്യക്തി സുജാത, 50 വയസ്സ്. രണ്ടാമത്തെ വ്യക്തി ഈ സുജാതയുടെ മകള് ഐശ്വര്യ, 23 വയസ്സ്. ഇവരെ രണ്ടുപേരെയും ഒരുപോലെ പ്രണയിച്ച ആളാണ് മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത്. തിരുമല റാവു എന്ന 32കാരനാണ് മൂന്നാമത്തെ കഥാപാത്രം. ഈ അമ്മയും മകളെ ഒരുപോലെ പ്രണയിച്ചത് കാരണം ഒരാളുടെ ജീവൻ ഇതിനകത്ത് നഷ്ടമായി. അതോടുകൂടി ഇന്ത്യ ഉറ്റുനോക്കുന്ന വലിയൊരു കേസായി ഇത് മാറുകയും ചെയ്തു. അപ്പോൾ ആ കേസിലേക്കും ഇവരുടെ ഈ പ്രണയത്തിലേക്കും നമുക്കൊന്ന് കടന്നില്ല. ഈ സംഭവം നടക്കുന്നത് അങ്ങ് തെലങ്കാനയിലാണ്. ഈ തിരുമല റാവു എന്ന് പറയുന്ന ഈ 32കാരൻ അവിടുത്തെ ഒരു ബാങ്കിലെ ബ്രാഞ്ച് മാനേജറായിട്ട് ജോലി നോക്കിയാണ്. വേറൊരു ബ്രാഞ്ചിലായിരുന്നു ഇദ്ദേഹം അങ്ങനെ ജോലി നോക്കിയിരുന്നത്. പിന്നീട് ഈ സുജാത എന്ന് പറയുന്ന ഈ 50കാരി ജോലി ചെയ്തിരുന്ന ഈ ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി മാറി വന്നതാണ്. അപ്പോൾ അവിടുത്തെ സീപ്പറായിട്ട്, അതായത് തൂപ്പുകാരിയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ സുജാത എന്ന് പറയുന്ന ഈ 50കാരി. അങ്ങനെ ഈ തിരുമല റാവു അവിടെ വരികയും ഈ സുജാതയുമായിട്ട് അടുപ്പം ഉണ്ടാകുകയും അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലാകുകയും ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സുജാതയ്ക്ക് അസുഖബാധിതയായി തീരുകയും അങ്ങനെ കിടപ്പിലായി പോവുകയും ചെയ്തത്. ഈ പറഞ്ഞ തിരുമല റാവു വിവാഹിതനാണ്, പക്ഷെ കുട്ടികളൊന്നുമില്ല. എന്നാൽ ഭാര്യയുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ സുജാതയുമായിട്ട് ഇദ്ദേഹത്തിന് അഫെയർ ഉണ്ടാകുകയും ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ സുജാതയ്ക്ക് ഇങ്ങനെ അസുഖം വരികയും അങ്ങനെ കിടപ്പിലായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ സുജാത എന്താണ് ചെയ്തത്? അതായത് നമുക്കറിയാം, ഈ ബാങ്കിലെ തൂപ്പ് ജോലി അല്ലെങ്കിൽ ഈ സീപ്പറിന്റെ ജോലി എന്ന് പറയുന്നത് താൽക്കാലിക ജോലിയാണ്. അപ്പോൾ അത്തരം ജോലിയിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ വേറെ ആളിനെ ബാങ്ക് നിയമിക്കും. അപ്പോൾ ആ ഒരു ജോലി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സുജാത എന്താണ് ചെയ്തത്? തന്റെ 23കാരിയായിട്ടുള്ള ഐശ്വര്യ എന്ന മകളെ ഈ ജോലി ഏൽപ്പിച്ചു. അങ്ങനെ ആ ഒരു ബാങ്കിലേക്ക് ഈ ഐശ്വര്യ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം പിടികിട്ടും. 23കാരിയാണ് ഈ ഐശ്വര്യ. ഈ പറയുന്ന തിരുമല റാവു എന്ന് പറയുന്ന ഈ ബാങ്ക് മാനേജറിന് 32 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ ഈ സുജാത എന്ന് പറയുന്ന ഈ ഐശ്വര്യയുടെ അമ്മയ്ക്ക് 50 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ 50 വയസ്സുകാരിയും 32കാരനും തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ തന്റെ പ്രണയിനിയുടെ മകള് ഇങ്ങനെ ജോലിക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഒരു പ്രത്യേക പരിഗണന നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് ബാങ്ക് മാനേജറാണ്. അങ്ങനെ ഈ ഐശ്വര്യമായിട്ട് നല്ല രീതിയിലുള്ള അടുപ്പം ഈ തിരുമല റാവു ഉണ്ടാക്കിയെടുത്തു. ചുമ്മാതൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുകയല്ല ഈ തിരുമല റാവു ചെയ്തത്. ഈ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിയായിട്ട് അടുപ്പം സ്ഥാപിക്കുകയും അങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുകയും ചെയ്തു. അപ്പോൾ ഈ സുജാത എന്ന് പറയുന്ന ഈ ഐശ്വര്യയുടെ അമ്മയുമായിട്ട് ഏത് രീതിയിലായിരുന്നു പ്രണയം ഉണ്ടായിരുന്നത്, അതേ രീതിയിലുള്ള പ്രണയം ഈ സുജാതയായിട്ട് ഈ തിരുമല റാവു വെച്ച് പുലർത്തി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ സുജാത ഈ ഒരു വിവരം അറിയുന്നത്. തന്റെ മകളുമായിട്ടും ഈ പറയുന്ന തിരുമല റാവുവിന് അടുപ്പമുണ്ട്, ഇത്തരത്തിലുള്ള പ്രണയമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അത് ഈ സുജാത എന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും ഈ സുജാത എന്താണ് ചെയ്തത്? ഈ പറയുന്ന ഐശ്വര്യമായിട്ട് ഈ തിരുമല റാവു ഉണ്ടാക്കിയെടുത്ത അടുപ്പം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, എന്നോട് മാത്രമേ തിരുമല റാവുവിന് അടുപ്പം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഈ പറയുന്ന സുജാതയ്ക്ക് ഉണ്ടാകുകയും അങ്ങനെ ഈ മകളെ നിർബന്ധിച്ച് ഒരു വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹാലോചനകൾ വന്നു. എന്നാൽ ഈ തിരുമല റാവുവിനോട് ഈ പറയുന്ന ഐശ്വര്യ പറഞ്ഞുവെങ്കിലും ഈ സുജാത ഒരു കാര്യവും സമ്മതിച്ചില്ല. നിർബന്ധപൂർവം വളരെ കാര്യമായിട്ട് ആലോചന നടത്തുകയും അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് വഴി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിടുകയും ചെയ്തു. തേജേശ്വർ എന്നായിരുന്നു ഐശ്വര്യ വിവാഹം കഴിച്ച ആ പയ്യന്റെ പേര്. ഈ പയ്യൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി വന്നു. ആ സമയത്തൊക്കെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, ഈ പെൺകുട്ടി ആളത്ര ശരിയല്ല, ഈ ബാങ്ക് മാനേജറുമായിട്ട് ബൈക്കിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നതായിട്ടൊക്കെ പല ആളുകളും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു വിവരം ഈ തേജേശ്വറിന്റെ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷം തേജേശ്വറിനോട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട, നമുക്ക് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഈ തേജേശ്വർ സമ്മതിച്ചില്ല. അതിനൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുമായിട്ട് കണ്ട് കുറച്ച് ദിവസം സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുമായിട്ട് തേജേശ്വർ പ്രണയത്തിലാകുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തേജേശ്വർ നിർബന്ധം പിടിക്കുകയും അങ്ങനെ മെയ് 18 വിവാഹം നടക്കുകയും ചെയ്തു. അതിനുശേഷം കൃത്യം 1 മാസം കഴിഞ്ഞ് ജൂൺ 18 ഈ തേജേശ്വർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സുജാത ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മകളെ കെട്ടിച്ചുവിട്ടത്. അതായത് ഈ ബാങ്ക് മാനേജറുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നും ഈ പെൺകുട്ടിയെ മാറ്റണം, തനിക്ക് മാത്രമായിട്ട് ഈ ബാങ്ക് മാനേജറെ ലഭിക്കണം. ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും ഈ സുജാതയുടെ അസുഖമൊക്കെ മാറി ജോലിക്ക് പോകാനുള്ള പ്രാപ്തിയൊക്കെ വന്നു. അപ്പോൾ ഈ മകളെ കെട്ടിച്ച്
ദൂരെ ഒരു സ്ഥലത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ബാങ്ക് മാനേജറുമായിട്ട് അടുപ്പമൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് അവിടെ ജോലിക്ക് വന്നതിന് ശേഷം ഈ ബാങ്ക് മാനേജറോടൊപ്പം പ്രണയിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാം എന്നാണ് ഈ പറഞ്ഞ സുജാത മനസ്സിൽ ധരിച്ചത്. എന്നാൽ ബാങ്ക് മാനേജർ നിലപാട് മാറ്റി. അതായത് ഈ സുജാതയ്ക്ക് 50 വയസ്സ് പ്രായമുണ്ട്, മകൾക്ക് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ബാങ്ക് മാനേജർ ഈ ഒരു സുജാത എടുത്ത് വെച്ച ഒരു പ്രത്യേക നിലപാടുണ്ട്. അതായത് രണ്ടുപേരെയും ഒരുമിച്ച് ഇദ്ദേഹത്തിന് പ്രണയിക്കണം, അതായത് രണ്ടുപേരും ഇദ്ദേഹത്തിനോടൊപ്പം വേണം എന്നുള്ളൊരു നിർബന്ധം പിടിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ ഈ മകളെ കൂടെ നിർത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുജാതയുമായിട്ടുള്ള അടുപ്പം എനിക്ക് പറ്റില്ല എന്നുള്ളൊരു നിലപാട് ഈ ബാങ്ക് മാനേജർ എടുത്തു. അത് ഈ സുജാതയെ വെട്ടിൽ വീഴ്ത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ പറയുന്ന ഐശ്വര്യ എന്ന് പറയുന്ന മകളെ വിവാഹം കഴിച്ച് അയച്ചുവെങ്കിലും ഈ ഐശ്വര്യ നിരന്തരം ഈ ബാങ്ക് മാനേജറുമായിട്ട് വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ സുജാതയ്ക്ക് മനസ്സിലായി ഈ ബാങ്ക് മാനേജറുമായിട്ട് മകൾക്ക് നല്ല അടുപ്പമുണ്ട്, അപ്പോൾ എനിക്കും അടുപ്പമുണ്ട്. ഈ ബാങ്ക് മാനേജർക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ട് നടന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് താല്പര്യമുള്ളൂ, അതായത് സുജാതയോട് താല്പര്യമുള്ളൂ. ആ ഒരു രീതിയിലേക്കുള്ള നിലപാട് ഈ ബാങ്ക് മാനേജർ എടുത്തോടുകൂടി ഇവര് മൂന്നുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഐശ്വര്യ വിവാഹം കഴിച്ച് അയപ്പിച്ചല്ലോ, അപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കണം. ഇദ്ദേഹത്തെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഐശ്വര്യ വരത്തുള്ളൂ. ഈ ബാങ്ക് മാനേജറിനോടൊപ്പം അടുപ്പം കാണിച്ച് കൂടെ നിന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സുജാതയോടൊപ്പം ഈ ബാങ്ക് മാനേജർ അടുപ്പം കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവര് മൂന്നുപേരും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കി. അതായത് ഈ പറയുന്ന തേജസ്വിനി എന്ന് പറയുന്ന ഈ ഐശ്വര്യയുടെ ഭർത്താവിനെ കൊന്നുകളയാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയത്. ഇവര് മൂന്നുപേരും കൂടെ ചേർന്ന് ഈ ഐശ്വര്യയുടെ ഭർത്താവിനെ വകവരുത്താൻ വേണ്ടി തീരുമാനമെടുത്തു. പല വഴികളും അതിനുവേണ്ടി ആലോചിച്ചു. അപ്പൊ ഈ അമ്മയ്ക്കും മകൾക്കും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ബാങ്ക് മാനേജർ പറഞ്ഞതനുസരിച്ച് വഴങ്ങി നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് രണ്ടുപേർക്കും വേറെ പ്രത്യേകിച്ച് നിലപാടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓപ്ഷനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ബാങ്ക് മാനേജർ അങ്ങനെ തീരുമാനമെടുക്കുകയും ഇവരുടെ സമ്മതത്തോടു കൂടി പ്രത്യേകിച്ച് ഇതിനു വേണ്ടി, അതായത് ഈ പറഞ്ഞ ഈ ഐശ്വര്യയുടെ ഭർത്താവിനെ കൊന്നുകളയാൻ വേണ്ടിയുള്ള ആളുകളെ കണ്ടെത്തുകയും ചെയ്തു. അതിലാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം കണ്ടെത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമമാണ്. അതായത് ആ ഗ്രാമത്തിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് ലോൺ ആവശ്യമാണ്. അങ്ങനെ ഈ ബാങ്കിനെ ഇവർ നിരന്തരം സമീപിക്കും. അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ട ആവശ്യമുള്ള ആളുകളെ ഇങ്ങനെ ബാങ്കിലേക്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലോൺ തരാം, അത് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട, ഞാൻ പറയുന്ന കാര്യം എനിക്ക് സാധിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ലോൺ തരാമെന്ന് വാഗ്ദാനം നൽകുകയും അങ്ങനെ 2-3 ആളുകളെ കണ്ടെത്തുകയും ഈ പറയുന്ന ഈ ഐശ്വര്യയുടെ ഭർത്താവിനെ വകവരുത്താൻ വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്തു. ബാങ്ക് മാനേജർ പ്ലാൻ ചെയ്തത് ഈ ഐശ്വര്യയും ഈ ഭർത്താവിനെയും കാണാനില്ല എന്നുള്ള പരാതി ഈ പറയുന്ന ജാനകിയെ കൊണ്ട് കൊടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ ഭർത്താവിനെ കൊന്നതിന് ശേഷം ഈ ജാനകിയെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് ഒരു GPS സംവിധാനം ഈ ഐശ്വര്യയെ ഏൽപ്പിക്കുകയും ഐശ്വര്യയുടെ ഭർത്താവിന്റെ ബൈക്കിൽ ഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭർത്താവ് ബൈക്കുമായിട്ട് എവിടെയൊക്കെ പോയാലും ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ബാങ്കിൽ ലോൺ എടുക്കുവാൻ വന്ന 3 ആളുകളെ ഇദ്ദേഹം വാടക തൊഴിലാളികളായിട്ട് പൈസ കൊടുത്ത് സംഘടിപ്പിച്ചെടുത്തു. അപ്പോൾ അവരുമായിട്ട് ഈ ബാങ്ക് മാനേജർ തന്റെ സ്വന്തം കാറിൽ സഞ്ചരിച്ച് ഇദ്ദേഹം പോകുന്നത് ട്രാക്ക് ചെയ്യുകയും അങ്ങനെ CCTV ഇല്ലാത്ത ഒരു സ്ഥലത്തെത്തുകയും ഇദ്ദേഹത്തെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ തല വെട്ടിമാറ്റി ഉടല് അടുത്തുള്ള ഒരു കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ബാങ്ക് മാനേജറും അമ്മയും മകളും കരുതിയത് ഈ ഉടലിങ്ങനെ ഈ കനാലിലേക്ക് ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ തലയില്ലാത്തതുകൊണ്ട് ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കത്തില്ല. തലയും പിന്നെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ആയുധങ്ങളൊക്കെ വേറൊരു സ്ഥലത്താണ് ഇവർ ഉപേക്ഷിച്ചത്. അപ്പോൾ ഈ ശരീരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്ന് ഇവർ ധരിച്ചു. അതിനുശേഷം ഈ പറയുന്ന ഈ ഐശ്വര്യയുടെ അമ്മയും കൊണ്ട് ഇവരെ രണ്ടുപേരും, ഐശ്വര്യയും ഈ പറയുന്ന ഭർത്താവിനെയും കാണാനില്ല എന്നുള്ളൊരു പരാതി കൊടുത്തതിന് ശേഷം ഇവര് 3 പേരും കൂടെ ഈ ഒരു സ്ഥലം വിടുക, അതായത് തെലങ്കാന വിട്ട് വേറൊരു സംസ്ഥാനത്ത് നിന്ന് ജീവിച്ചു പോകണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ പ്ലാൻ ഒന്നും ഫലം കണ്ടില്ല. ഇവര് 3 പേരും കൂടെ സംസ്ഥാനം വിടാനുള്ള ആലോചനയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന പയ്യന്റെ ബോഡി കനാലിൽ പൊങ്ങി. അപ്പോൾ ഈ പറയുന്ന തലയില്ലാത്തതുകൊണ്ട് ഈ പയ്യന്റെ ബോഡി തിരിച്ചറിയാൻ വേണ്ടി പോലീസിന് സാധിച്ചില്ല. എന്നാൽ കയ്യില് അമ്മ എന്ന് പച്ച കുത്തിയിരുന്നതുകൊണ്ട് ആ ഒരു ഫോട്ടോ TV-യിലും പത്രത്തിലും ഒക്കെ കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന പയ്യന്റെ വീട്ടുകാർ ഇത് കണ്ട് ഈ പയ്യന്റെ ബോഡിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവര് കേസ് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ഐശ്വര്യയെ പോലീസ് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഐശ്വര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സുജാത ഒരു കേസ് ആദ്യ ദിവസം തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന സുജാതയെ വീണ്ടും പോലീസ് വിളിപ്പിച്ച് കൃത്യമായി ചോദ്യം ചെയ്ത സമയത്ത് ഈ സുജാത കാര്യങ്ങളൊക്കെ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയെയും മകളെയും കാമുകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവര് വാടകയ്ക്കെടുത്ത 3 ആളുകളുണ്ട് ഈ പയ്യനെ കൊല്ലുവാൻ വേണ്ടി, അവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെയൊക്കെ ചിന്താഗതി എന്തായിരുന്നു എന്നുള്ള കാര്യം. അതായത് ഈ പയ്യൻ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ വന്ന് വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ പറയുന്ന ഐശ്വര്യയ്ക്കും ഈ പറയുന്ന സുജാതയ്ക്കും ഈ അമ്മയ്ക്കും മകൾക്കും ഈ പറയുന്ന ബാങ്ക് മാനേജറോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ
ഈ പറയുന്ന ഈ പയ്യനെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഈ പയ്യന്റെ ജീവൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ചിന്താഗതികൾക്കൊക്കെ വലിയ വ്യത്യാസം വന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അമ്മയും മകളും ഒരാളെ തന്നെ പ്രണയിക്കുന്നു, ആ ആളിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിന്റെ പേരിൽ ഒരാളെ കൊല്ലുന്നു. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതികളൊക്കെ ഏത് തലത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.